കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം ശക്തമാകുന്നു. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ശക്തമായ പ്രചാരണ പരിപാടികളാണ് കൽപ്പറ്റ മണ്ഡലത്തിൽ ഉടനീളം നടത്തുന്നത്. LDF, NDA മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഇന്ന് രാവിലെ കൽപ്പറ്റ മുണ്ടേരി ടൗണിൽ പ്രചാരണം നടത്തി. തുടർന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ 202ാം റാങ്ക് നേടി വയനാടിന് അഭിമാനമായി മാറിയ മുണ്ടേരി സ്വദേശിനി ഹൃദയെ വീട്ടിലെത്തി ആദരിച്ചു. തിങ്കളാഴ്ച അദ്ദേഹം നാമനിർദ്ദേശ പത്രിക ഭരണാധികാരിക്ക് സമർപ്പിക്കും. LDF സ്ഥാനാർത്ഥി PK അനിൽകുമാർ ചുണ്ടമ്മേപ്പാടി മേഖലകളിലെ തോട്ടം തൊഴിലാളികളെ സന്ദർശിച്ചതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങിയത്. ശേഷം സോഷ്യലിസ്റ്റ് നേതാവ് MV വീരേന്ദ്രകുമാറിന്റെ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. ഉച്ചയ്ക്ക് 1:30 അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ ബിനി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റ ടൗണിൽ വമ്പൻ റോഡ് ഷോ നടത്തിയ ശേഷമാണ് NDA സ്ഥാനാർത്ഥിയും BJP ജില്ലാ പ്രസിഡന്റുമായ പ്രശാന്ത് മലമയൽ ഉച്ചയ്ക്ക് 1 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കൽപ്പറ്റയിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സജീവമായതോടുകൂടി കേരളം തന്നെ ഉറ്റുനോക്കുന്ന ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. അശ്വതി KG, News 1 കൽപ്പറ്റ.